ഒരു കാലത്ത് നടക്കുക എന്നത് ഷംനാസിനൊരു സ്വപ്നമായിരുന്നു. ഗില്ലിൻ ബാരെ സിൻഡ്രോം വന്നതിനു ശേഷം ഒരടി വെക്കണമെങ്കിൽ 4 പേർ വേണമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാൻ പറ്റുമോ എന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. ഷംനാസിൻ പോലും. എൻ്റെ പേര് ഷംനാസ്. ഞാൻ വരുന്ന കൊല്ലം ജില്ല അഞ്ചൽ എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് GBS എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു ബാധിച്ചിരുന്നത്. ഗൾഫിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഗൾഫിൽ വെച്ചാണ് എനിക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തലേന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് എൻ്റെ ശരീരം എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ മറിഞ്ഞു വീഴുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ എൻ്റെ ബോഡി ബാലൻസിങ് നഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒരു പെയിൻ കില്ലർ എടുത്തിട്ട് വീണ്ടും വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അങ്ങനെ എൻ്റെ കൂട്ടുകാരെന്നെ എടുത്ത് അവിടുത്തെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ആഫ്റ്റർ 1 ഡേ ഞാൻ നേരെ കോമയിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് 22 ദിവസം കഴിഞ്ഞാണ് കോമയിൽ നിന്ന് റിക്കവറി ആവുന്നത്. റിക്കവറി ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു രോഗമാണ് എനിക്കെന്നും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ നടത്തിയിരുന്നു എന്നും ഞാൻ അറിയുന്നു. അതിനുശേഷം എൻ്റെ 2 കാലുകൾ ചലനശേഷിയില്ലായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് ഞാൻ അവിടെ നിന്ന് വരുന്നത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്നെ അവിടുത്തെ ഒരു ഡോക്ടറാണ് ഇവിടത്തേക്ക് റെഫർ ചെയ്യുന്നത്, GH-ലേക്ക്. അങ്ങനെ ഞാൻ ഇവിടെ GH-ൽ എത്തിപ്പറ്റുന്നു. ആ ടൈമിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ടെന്ന് അറിയുന്നത്. ഈ ഗേറ്ററിൽ കയറിയതിന് ശേഷമാണ് എനിക്കെന്ത് നന്നായി നടക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഞാൻ വന്ന സിറ്റുവേഷനിൽ നിന്നും ഞാൻ വരുന്ന ടൈമിൽ 4 പേര് എന്നെ പിടിച്ചു കാണുമായിരുന്നു നടക്കാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു, ഒറ്റയ്ക്ക് നടക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഗേറ്ററിന്റെ എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. രോഗികളെ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്നതിലുപരി ജീവിതത്തിന്റെ ഗുണമേന്മ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. പ്രതീക്ഷകൾ അസ്തമിച്ചവർക്ക് പുതിയൊരു തുടക്കവും ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള കരുത്തും ഈ സ്ഥാപനം